റെസ്പൈറ്റ് സെന്റർ എന്ന ഈ പുതിയ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കാനായി സൊലസിന്റെ സാരഥിയും സെക്രട്ടറിയുമായ ശ്രീമതി ഷീബ അമീറിനെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ ഓരോരുത്തരും സോലസിന്റെ അംഗങ്ങളാണ്. സോലസിനോട് അടുപ്പമില്ലാത്ത ഒരാൾ പോലും ഇത്ര ദൂരം ഈ ഉൾപ്രദേശത്തേക്ക് യാത്ര ചെയ്ത് ഈ ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ വരില്ല. അത് അജയൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എന്താ പറയുക, അത് സോലസിനെ നിർവചിക്കുകയാണ്. സോലസ് എന്താണ്? ഒരു ഷീബ അമീറോ അല്ലെങ്കിൽ ഒരു 9 ട്രസ്റ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന കുറച്ച് അംഗങ്ങളോ ഒന്നുമല്ല. ഈ കുറേ മനുഷ്യർ. ഞാൻ എപ്പോഴും സോലസിനെ പറ്റി പറയാറെന്താ വെച്ചാൽ, കേരളത്തിൻ്റെ മലയാള മനസ്സിൻ്റെ കമ്പാഷൻ്റെ ഒരു കളക്ഷനാണെന്നാണ്, സ്നേഹത്തിൻ്റെ അനുതാപത്തിൻ്റെ ഒരു കളക്ഷനാണ് സോലസ് എന്നാണ് പറയാറ്. എങ്ങനെയാണ് 9 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒരു മാസം നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുണ്ടാവുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വൈസ് ചെയർമാൻ ദിവാകരൻ പറഞ്ഞു, ശിവ അത് പ്രത്യേകം പറയണം, നമ്മൾ പണം ചോദിച്ച് ആരുടെ അടുത്തും പോയിട്ടല്ല എന്ന് ശിവ നിർബന്ധമായിട്ടും പറയണമെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യമാണത്. പണം ഞങ്ങളിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ ഒരിക്കലും കുറച്ച് പണം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല അങ്ങനെയൊന്നും. പക്ഷെ വളരെ കൃത്യമായി, വളരെ ആത്മാർത്ഥമായി സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് അറിഞ്ഞ് മനുഷ്യർ യോജിപ്പ് പറഞ്ഞ അല്ലെങ്കിൽ കൂട്ടു പറഞ്ഞ ഒരു സംഘടനയാണ് സോലസ്. അപ്പൊ അതേ ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സോലസ് ഇവിടെ ഇപ്പൊ ശൈല പറയുമ്പോൾ പറഞ്ഞു, സോലസ് ഒരു കൺസെപ്റ്റ്, സോലസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായത് എങ്ങനെയാണ്? എൻ്റെ മോൾ നീലു ആശുപത്രിയിലായിരുന്ന കാലത്ത് കുറേ അമ്മമാരുടെ, കുറേ മാതാപിതാക്കളുടെ ദുരിതം കണ്ടുകൊണ്ട്, ദുരിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ 3 വാചകങ്ങളിൽ ഞാൻ പറയാറുള്ളത്, സുഖമില്ലാത്ത കുഞ്ഞിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ശുശ്രൂഷിക്കാൻ പോലും പറ്റാതെ പണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരെ 3 കൊല്ലം കണ്ടു. അതുപോലെ തന്നെ എന്താ പറയുക, പണമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് അമ്മമാരെ കണ്ടു. നാളെ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു കുഞ്ഞിന് ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ ബാത്റൂമിലൊക്കെ പോയിട്ട് തല തല്ലി കരയുന്ന ഒരുപാട് അച്ഛനമ്മമാരെ കണ്ടു. അപ്പൊ സോലസ് എന്നൊരു പേരിട്ടു. അങ്ങനെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായതാണ്, അത് ഒന്നിൽ നിന്നും പകർത്തിയതല്ല. അപ്പൊ നമ്മൾ കുറേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിനൊരു ടോട്ടൽ കെയർ കൊടുക്കുക, അതിന് ഒരു 7 വർഷത്തെ വിദ്യാഭ്യാസം പോലെ, ഒരു പഠനം പോലെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിലെ പ്രവർത്തനം, എങ്ങനെയാണ് ടോട്ടൽ കെയർ കൊടുക്കുക, അങ്ങനെയാണ് സോലസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയത്. എങ്ങനെ പറ്റും, എങ്ങനെ? അപ്പൊ വെറുതെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് ആ സാമൂഹ്യ പ്രവർത്തനം ചെയ്യല്ലേ എന്ന് വിചാരിച്ചൊരു ബോർഡ് വെച്ചതല്ല സോലസ്. അതിനോട് ചേർന്ന് നിന്നവർ മുഴുവൻ സോലസിനെ അത്ര വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഒരുമിച്ച് ചേർത്ത കുറേ മനുഷ്യരാണ്. എൻ്റെ കൂട്ടുകാര്, എൻ്റെ വാപ്പാടെ സുഹൃത്തുക്കളുടെ മക്കൾ, അങ്ങനെ കുറേ ആളുകൾ, അതിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്, ഞങ്ങൾക്ക് പിതൃതുല്യരായ കുറേ മനുഷ്യർ, കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള മനുഷ്യർ. ഞങ്ങൾ ഇന്നാണ് അത് ആദ്യമായി അവിടെ രേഖപ്പെടുത്തിയത്. ഇതിനേക്കാൾ മികച്ചൊരു അഡ്വൈസറി ബോർഡ് ആർക്കുണ്ടാവും എന്നുള്ളതാണ്. അത്രയും കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഉപദേശങ്ങൾ തരാൻ പറ്റുന്ന, ഏറ്റവും നല്ല നിലയിൽ സോലസിനെ നയിക്കാൻ പറ്റുന്ന കുറേ മനുഷ്യരുടെ ഉപദേശങ്ങൾ, കുറേ നല്ല മനുഷ്യരുടെ നിരുപാധികം, ഒന്നും തിരിച്ചു വേണ്ടതില്ലാതെ കുറേ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, കുറേ മനുഷ്യരുടെ ധനസഹായം, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് സോലസ്, നമ്മൾ ഇന്ന് കാണുന്ന സോലസ് ഉണ്ടായത്. അജയൻ പറഞ്ഞ മാതിരി 4-5 സെന്റേഴ്സൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ സ്ഥാനം ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് സോലസ് പോലുള്ളൊരു സംഘടന ഉണ്ടാവുന്നത്. അത് പെഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാലിയേറ്റീവ് കെയർ. പക്ഷേ അപ്പം നമ്മൾ എവിടെ പാലിയേറ്റീവ് കെയർ കോൺഫറൻസുകളിലും പെഡിയാട്രിക് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പറയുന്നത് സോലസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എവിടെ പാലിയേറ്റീവ് കെയറിന്റെ കോൺഫറൻസ് ഉണ്ടാവുന്നോ അവിടെ മുഴുവൻ പ്രദർശിപ്പിക്കുന്നത് സോലസിന്റെ സ്ലൈഡുകളാണ്. അപ്പോൾ പെഡിയാട്രിക് പാലിയേറ്റീവ് കെയർ തന്നെയാണ് സോലസ് എന്നുള്ളത്. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഉള്ള മനുഷ്യരെ സഹായിക്കുന്ന, അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്നവരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ എന്ന്
കേരള ജനത മുഴുവൻ അറിഞ്ഞിരിക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സോലസിന്റെ കൂടെ സോലസ് പാലിയേറ്റീവ് കെയർ എന്ന് പേര് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സോലസ് എന്ന് മാത്രം ആ പേരും ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അതായത് തന്റെ കുഞ്ഞിനെ ഇനി മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്ന ഏത് അമ്മയും അച്ഛനുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് ക്യൂറേറ്റീവിൽ, അതായത് ചികിത്സിച്ച് മാറ്റുന്ന അച്ഛനമ്മമാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സോലസിന്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത്. അതായത് സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും സുഖമില്ലാത്ത, അതായത് ജീവന് അപകടകരമായ അസുഖം വന്ന കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒപ്പം നിൽക്കുകയാണ് സോലസ് എന്ന് പുനർനിർവചിക്കേണ്ടി വരും. അതാണ് സത്യത്തിൽ സോലസ്. അപ്പൊ നമുക്കറിയാം, ഈ 10 കൊല്ലമായിട്ട് സോലസ് നിലവിൽ വന്നപ്പോൾ എന്തിനാണ് 5-6 സെന്ററുകളിലേക്ക് സോലസ് പോണ്ടി വന്നത്? ആ ഒരു വാക്വം, ആ ഒരു സ്പേസ് അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കോഴിക്കോട് സോലസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കോഴിക്കോട് ഇത്രയും ശക്തമായിട്ട് പാലിയേറ്റീവ് കെയർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് സോലസ് വേണ്ടി വരുമോ? പക്ഷെ നമ്മൾക്ക് വേണമെന്ന് നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. 1 കൊല്ലം കൊണ്ട് 100-നേക്കാളേറെ കുട്ടികളാണ് വന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് കോട്ടയ്ക്കൽ സോലസ് തുടങ്ങുന്നത്. 82 കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ മലപ്പുറം സോലസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ തുടങ്ങി ഒരാഴ്ച കൊണ്ടാണ് 20-25 കുട്ടികളുടെ രജിസ്ട്രേഷൻ വന്നത്. അപ്പോൾ സോലസിന്റെ ഒരു സ്പേസ് അവിടെ കെടുക്കുന്നുണ്ട്. അത് വേണ്ടത് തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, കേരള പഠന കോൺഗ്രസ്സിൽ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സംസാരിക്കാൻ സോലസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെയാണ് വിളിച്ചത്. ഞാനാണ് പോയി സംസാരിച്ചത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞൊരു കാര്യം, ആ കോൺഫറൻസിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പാലിയേറ്റീവ് കെയർ ക്യൂറേറ്റീവ് കെയർ എന്നുള്ള തരത്തിൽ വേർതിരിക്കാതെ പറ്റുന്നത്ര ആ വേർതിരിവ്, അതായത് ഒരു സുഖമില്ലാത്ത കുട്ടീനെ ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുത്താതിരിക്കുകയും, എവിടെയാണോ കുട്ടിയുടെ ചികിത്സ നടക്കുന്നത് അവിടേക്ക് പാലിയേറ്റീവ് കെയർ മെഡിസിൻസും പാലിയേറ്റീവ് കെയർ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിയും തെളിയിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്ന് ഞാൻ അന്ന് കേരള പഠന കോൺഗ്രസിൽ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അത് വളരെ അത് തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ നമുക്ക് ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൽ ഇടപെടേണ്ട ആവശ്യം നമുക്ക് തന്നെ അറിയാം. കുഞ്ഞിന് സുഖമില്ലാതാവുക എന്ന് പറഞ്ഞ ഒരു ക്രോണിക് ഡിപ്രഷനിലേക്കാണ് ആ ഒരു കുടുംബം പോകുന്നത്. അങ്ങനത്തെ ക്രോണിക് ഇൽനെസ് ഉള്ള കുട്ടികളാണ് എല്ലാം. അത് ക്യാൻസർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറയാൻ വേണമെങ്കിൽ, തലസേമിയ ആവട്ടെ, നെഫ്രോട്ടിക് സിൻഡ്രം ആവട്ടെ, അങ്ങനെ എന്തൊക്കെ അത്തരം അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 10-18 കൊല്ലം ഈ സുഖമില്ലാത്ത, 18 വയസ്സ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അത്രയും കൊല്ലം ഈ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്ന അമ്മമാരും കുടുംബവുമായിട്ടാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ക്രോണിക് സോറോ അല്ലെങ്കിൽ ക്രോണിക് ഡിപ്രഷനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതിനോടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് സോലസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾ മാത്രമല്ല, അവരുടെ സാമൂഹികമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ പരിഹാരമായിക്കൊണ്ടാണ് സോലസ് നിലകൊള്ളുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതപ്പോൾ നമ്മൾ ഈ സോലസ് തുടങ്ങി നമ്മളൊരു കൺസെപ്റ്റിനെ കോപ്പി ചെയ്തതല്ല, നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതാണ്. അതിനെ നമ്മൾ പ്രവർത്തിച്ച് 10 കൊല്ലം തികയുമ്പോൾ നമ്മൾക്കതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കറക്ഷനൊക്കെ നമ്മൾക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ 16 കൊല്ലത്തെ ജീവിതാനുഭവം കൊണ്ടും ഞാൻ കണ്ട അനുഭവങ്ങൾ കൊണ്ടും 7 കൊല്ലത്തെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിലെ പ്രവർത്തനം കൊണ്ടും തന്നെ സോലസിനെ കൃത്യമായി എൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ തീരുമാനിക്കാൻ സോലസിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഇനി ഇപ്പൊ നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത റെസ്പൈറ്റ് സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഒരു കൺസെപ്റ്റ് മാത്രമാണ്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്ത ഒരു സാധനം, ഒരു ഓർഫണേജ് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയോ, ഒരു ഓൾഡ് ഏജ് ഹോം കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ള ആളുകളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം കണ്ട് അതുപോലെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയോ ചെയ്തതല്ല സോലസ് റെസ്പൈറ്റ് സെന്റർ. നമ്മൾക്ക് നിരന്തരം അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മമാരും കുടുംബവുമായി നിരന്തരം ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ സംവദിക്കുന്നതിന്റെ അനുഭവത്തിൽ
ക്ലാസ്സിൽ കൂടെ നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു റെസ്പൈറ്റ് സെന്ററിന്റെ ആവശ്യമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് നമ്മൾ സോലസ് റെസ്പൈറ്റ് സെന്റർ എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്, അങ്ങനെയൊന്ന് ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. എന്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ 2010 ഹിബ എന്ന് പറയുന്ന ഒരു കുട്ടീനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആ കുട്ടിയെ കൊണ്ടുപോകാൻ വീടില്ല. വീട് മുഴുവൻ ഒരു കൊച്ചു കുടില്, ഒരു വലിയ പ്ലോട്ടിലിന്റെ കാവൽക്കാരനാണ് അയാൾ. അവിടെ തേങ്ങയൊക്കെ പറക്കി കൂട്ടുന്ന ഒരാൾ. അയാൾക്കൊരു ചെറിയ കുടിലുണ്ട്. ഒരു വലിയ 10-20 ഏക്കർ സ്ഥലത്തിന്റെ ഒരു ചെറിയ കുടിൽ മാത്രം വെച്ച് ജീവിക്കുന്ന അയാൾക്ക് ആ കുഞ്ഞിനെ 6 മാസത്തെ ആശുപത്രിക്ക് ശേഷം കൊണ്ടുപോകാൻ വയ്യ. അവിടെ നിറച്ചും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതാണ്. ഡോക്ടേഴ്സ് ഇവിടെ ഡോക്ടർ പാർവതി ഉണ്ട്. ഞാൻ ഡോക്ടർ പാർവതിയോട് പറഞ്ഞു, ഡോക്ടർ പാർവതി ഇവിടെ ഇരുന്നാലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുക എന്ന്. അവരിന് ആ ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത്, ഇപ്പൊ നെഫ്രോട്ടിക് സിൻഡ്രം ആവട്ടെ, അങ്ങനത്തെ വലിയ എന്ത് അസുഖങ്ങളാവട്ടെ, ഇൻഫെക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കേണ്ട പല ഘട്ടങ്ങളുമുണ്ട്. അങ്ങനെ അന്നാണ് നമ്മൾ ആദ്യം സോലസിനെ കുറിച്ച്, ഇങ്ങനെ ഈ റെസ്പൈറ്റ് സെന്ററിനെ കുറിച്ച് ആലോചിച്ചത്. അത് കഴിഞ്ഞ് പലപ്പോഴും ഞങ്ങളുടെ അമ്മമാർ, ഫോർ എക്സാമ്പിൾ ഒരു രജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ പറയുന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചേച്ചി, ഞാൻ എൻ്റെ കുഞ്ഞിനെ, അശ്വന്ത് എന്ന് പറഞ്ഞ കുട്ടിയാണ്, അവൻ മരിച്ചുപോയി. അവനെ തീരെ വയ്യ ആ കുട്ടിക്ക്. അപ്പൊ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ അവനെ നല്ലപോലെയൊക്കെ കുളിപ്പിച്ചിട്ട് വീടിന്റെ പുറത്ത് കൊണ്ടുവന്നിരുത്തും. അപ്പോ രജിതോട് അതിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ പറയും, എന്തിനാ ആ വയ്യാത്ത കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അവൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാല്, എന്റെ കുട്ടി ആവതുള്ളപ്പോരെ കണ്ണുകൊണ്ടെങ്കിലും ഈ ലോകമൊന്ന് കാണട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഇവർക്ക് ഈ ചോദ്യം ചോദിച്ച് കടന്നു പോകുന്നത്? അപ്പൊ ഈ കുട്ടി പറയും, എനിക്ക് അമ്മ അകത്ത് പോവാം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന് പോലും, ഒരു ആഘോഷങ്ങൾക്കും ഒന്നിനും പോവാൻ പറ്റാത്ത ആയിരക്കണക്കിന് അമ്മമാർ, അതായത് 1600 അമ്മമാർ സോലസിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള അമ്മമാർക്ക് സമാധാനമായി ഒരു 10 ദിവസമോ 5 ദിവസമോ വന്ന് നിൽക്കാനുള്ളൊരു സ്ഥലമാണ് സോലസ്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൽ സോലസ് പണിതില്ല, എന്നാൽ ലക്ഷറിയിലും സോലസ് പണിതില്ല. അവർക്ക് സമാധാനമായി വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സന്തോഷം പകരുന്ന ഒരു ഇടമാവണം എന്ന് നമ്മളുടെ ചിന്ത. രണ്ടാമത്തെ എന്നല്ല, ഒരു പക്ഷേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആയിരക്കണക്കിന് അമ്മമാർ, നമുക്ക് ചുറ്റുമുള്ള അമ്മമാർക്ക് ഒരു 10 ദിവസമെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും വന്ന് നിൽക്കാൻ, മനസ്സമാധാനമായി നിൽക്കാൻ ഒരിടം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല അമ്മമാരും അവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. പല അമ്മമാരും ഞങ്ങളോട് പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾ വീട്ടിലൊരു മണ്ണെണ്ണട്ടിന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനൊരു ഉദാഹരണം ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം. ഒരു പക്ഷേ ജയകുമാർ സാറിനും അത് ഓർത്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ അമ്മ തലേ ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചിക്ക് ഇനി അങ്ങോട്ട് പോവാൻ വയ്യ, അത്ര പ്രശ്നമുണ്ട്, അത്രയ്ക്കധികം എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കരുത്, അത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, അത്രയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭർത്താവ്, അവൾക്ക് പോവാനൊരിടമില്ല. ഒരു പക്ഷേ നല്ല ഈ സുഖമില്ലാത്ത കുഞ്ഞിനെ വെച്ചുകൊണ്ട് അവൾക്കൊരു നല്ല ഭാര്യയാവാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. അതല്ലെങ്കിൽ അയാളുടെ വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾ, ഈ സുഖമില്ലാത്ത കുട്ടികളാവുമ്പോൾ ആ കുട്ടികളെ ഉപേക്ഷിക്കുക, കുടുംബത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പുരുഷൻ എടുക്കുന്ന നിലപാട്. ഞാൻ ആരെയും ഹെർട്ട് ചെയ്യാൻ പറയല്ല. ഞങ്ങളുടെ ഈ 1600 കുട്ടികളിൽ ഏതാണ്ട് ഒരു 700 കുട്ടികളുടെങ്കിലും അച്ഛന്മാർ ഉപേക്ഷിച്ചവരാണ്. ഇവർക്ക് മടങ്ങിപ്പോവാൻ വേറൊരു വീടില്ല. അതായത് അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒരു സുഖമില്ലാത്ത കുഞ്ഞിനെയും ആ ഒരു ജോലിക്ക് പോവാൻ പറ്റാത്ത ഒരു പെങ്ങളെയും തിരിച്ച് ആ വീട്ടിലേക്ക് സ്വീകരിക്കണമെന്നില്ല. സാധ്യത വളരെ കുറവാണ്. അവർക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, അവർക്ക് മരിക്കുക എന്നുള്ളതല്ലാണ്ട്. അന്ന് രാത്രി വൈകുന്നേരം 5:30 മണിക്ക് സംസാരിച്ച് പിരിഞ്ഞു പോയ സിന്ധു എന്ന് പറയുന്ന കുട്ടി 9:30 മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വരുന്നത് ഫുൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു എന്നുള്ളതാണ്. അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ചേച്ചിക്ക് ഓടി വരാൻ പറ്റിയില്ല രാത്രി എന്ന് പറഞ്ഞു. അയാൾ പിടിച്ചു, തല ഇടിച്ച് നിലത്ത് വെച്ച് ഇടിച്ചു, ടോർച്ച് വെച്ച് ഇവിടെ അടിച്ചു, 8 സ്റ്റിച്ചിട്ടു. അപ്പൊ ഇനി തിരിച്ചെന്നെ അങ്ങോട്ട് അയക്കരുത് എന്ന് പറഞ്ഞു അവൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇനി ഒരിക്കലും നിന്നെ തിരിച്ച് അങ്ങോട്ട് അയക്കില്ല മോളെ, നീ വേഗം സുഖമാവ്, നിനക്ക് നമ്മളുടെ അടുത്ത് സ്ഥലം ഒരുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവൾക്ക് തിരിച്ചു പോകാനൊരു ഇടമുണ്ടെങ്കിൽ അവൾ സർവൈവ് ചെയ്യുന്നുള്ളത്. പക്ഷെ 4ാമത്തെ ദിവസം അവൾ കുഞ്ഞിനെ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട്, ഞാൻ ആ മോനോട് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു, ആ കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ പോയി. അന്ന് ഞാൻ തിരിച്ച് ആംബുലൻസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ജയകുമാർ സാറിനോട് ഞാൻ സംസാരിച്ചു എന്നാണ് ഓർമ്മ. സാറിന് ഓർക്കുണ്ടാവുക അറിയില്ല. അന്ന് നമുക്ക് അത്ര സങ്കടമായിരുന്നു, എന്തിനാണ് ആ കുട്ടിയെ തലേ ദിവസം തിരിച്ചയച്ചതെന്ന്. അന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു സോലസ് റെസ്പൈറ്റ് സെന്റർ ഉണ്ടാക്കണമെന്ന്. അപ്പൊ എങ്ങനെ
ഇനി നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സ്ത്രീനോട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ല, അവർക്കൊരു സ്ഥലമുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു 37.5 ലക്ഷം രൂപയും കൊണ്ട് എൻ്റെ അമ്മാവൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ശ്രമിച്ച് നമുക്ക് കുവൈത്തിലുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നമുക്കൊരു 37.5 ലക്ഷം രൂപ തന്നത്. അതിൽ നിന്നും 20 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ സ്ഥലം മേടിക്കൂ എന്ന് പറഞ്ഞു. ആ സ്ഥലം നമ്മൾ വാങ്ങി. എങ്ങനെ പണിയുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. നമ്മൾക്ക് എല്ലാ മാസം അന്ന് തന്നെ 7 ലക്ഷം രൂപ വേണം, 8 ലക്ഷം രൂപ വേണം മാസം, എങ്ങനെ പറ്റും? യാതൊരു നിശ്ചയവുമില്ലാത്ത സമയത്ത് പലരും, കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത്, എന്നോട് ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സഹായം വേണം? അപ്പൊ ഒരു റെസ്പൈറ്റ് സെന്റർ ഉണ്ടാക്കണം എന്നുണ്ട്, എന്നാൽ അതിന് സഹായിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പൈസ തന്നു. ഞങ്ങളുടെ തന്നെ വളണ്ടിയർ ആയിട്ടുള്ള മുത്തലിഫ് കാട് മരുമകൻ പൈസ തന്നു. അങ്ങനെ കുറേ മനുഷ്യർ നമുക്ക് പൈസ തന്നു. ശൈലജ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകൾ, ഞാൻ പേരുകളൊക്കെ നിങ്ങൾ അവിടെ കണ്ടു കാണും. അങ്ങനെ കുറേ മനുഷ്യർ, മച്ചാനി എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് കുറേ പൈസ തന്നു. മണ്ണും ചാരി നിന്നവർ, ചെറിയ കുട്ടികളുടെ ഒരു സംഘടനയാണ്, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ. അങ്ങനെ കുറേ മനുഷ്യർ തന്ന് നമ്മൾ കുറേ പണിതു കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പണി സ്റ്റക്കായി. അപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്താലോ, താഴത്തെ ഫ്ലോറ് പണി കഴിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്താലോ എന്നൊരു സമയത്ത് ആലോചിച്ചു. അപ്പൊ ഞങ്ങളുടെ ട്രസ്റ്റ് മീറ്റിംഗിൽ അത് വെച്ചപ്പോൾ ട്രസ്റ്റ് അത് നിഷേധിച്ചു. വേണ്ട, കുട്ടികളെ താമസിപ്പിച്ചുകൊണ്ട് പിന്നെ മുകളിലത്തെ നില പണിയാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് നിർത്തണം. അങ്ങനെ എൻ്റെ ഇടയിൽ പലപ്പോഴും ഞങ്ങൾ PK ബിജു, ഞങ്ങളുടെ ഇവിടുത്തെ എം പിനോട് നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം തരാന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ പക്ഷെ അതങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ആ പേപ്പേഴ്സ് എന്ത് ചെയ്യണമെന്ന് സംശയിച്ചു നിന്ന സമയത്ത് 3 ദിവസം ഉറക്കമില്ല. 4ാമത്തെ ദിവസം ഞാൻ EM ദിവാരനെ, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, വഹിയത്ത് എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് നബിക്കൊക്കെ വഹിയത്തി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു തോന്നലുണ്ടായി, നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാലോ, ഓരോ കുട്ടികളുടെ ഡോർമെട്രി, മുകളിൽ ഡോർമെട്രിയാണ് പണിയാനുള്ളത്, ഓരോ കുട്ടികളുടെ ഡോർമെട്രി പണിയാൻ ഓരോ ലക്ഷം രൂപ. 2 ദിവസം കൊണ്ട് 13 ലക്ഷം രൂപയുണ്ടായി. ഞങ്ങൾ 2-3 ആളുകളെ കാണാൻ പോയി, അത് 21 ലക്ഷമായി. ഇനി കുറച്ചുകൂടി പൈസ കഴിഞ്ഞ് ഞങ്ങളുടെ ആനുവൽ ഡേയിൽ പ്രസംഗിച്ച് അവസാനിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിരുന്നപ്പോൾ സുധാ മിസ്സിന്റെ ഹസ്ബൻഡിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, 6 ലക്ഷം രൂപയാണോ കുറവ് ഷീബ, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട് അവര്. അങ്ങനെ സോലസ് 81 ലക്ഷം രൂപ ആളുകൾ സഹായിച്ച്, 20 ലക്ഷം രൂപ എൻ്റെ അമ്മാവൻ മുന്നിലിരിക്കുന്നത് അവർ സഹായിച്ച് 1 കോടി 1 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി. അതിൽ കുറച്ച് പൈസ മിച്ചമുണ്ട്. ആദ്യത്തെ 2-3 മാസം നമുക്ക് അതിന്റെ പൈസ നടത്തിപ്പിന് വേണ്ടി കുറച്ച് മിച്ചം വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ വളരെ ദാരിദ്ര്യത്തിൽ പണിതില്ല. നിങ്ങൾക്ക് കണ്ടാലറിയാലോ, കുറച്ച് സമാധാനത്തിൽ ആളുകൾ വന്ന് നിൽക്കട്ടെ വെച്ചിട്ടാണ്, പറ്റുന്നത്ര പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത്. കല്ലാണ്, മണ്ണാണ്. ശ്രീനിമാഷാണ് ഞങ്ങൾക്കത് പണിത് തന്നത്. വാസ്തുകം നമ്മൾ ആദ്യമേ ആലോചിച്ചിരുന്നു, പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ന് മനുഷ്യത്വം നിന്ന് പോകുന്നുവോ അത് എത്ര വേഗം മണ്ണിനോട് ചേർന്ന് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം അതാണ്, കെട്ടിടങ്ങൾ കെട്ടുന്നതിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് എന്ന് വേണ്ട എന്ന് തോന്നുന്നതോ സമൂഹത്തിന് അന്നത് എത്രയും വേഗം മണ്ണിനോട് ചേർന്ന് പോകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിയുന്നത്ര മണ്ണും കല്ലും ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് പണിതത്. അങ്ങനെ ഒരു വലിയൊരു കാര്യമാണ്. ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഒട്ടും സമാധാനക്കേടില്ല, നമ്മൾക്ക് മുന്നോട്ട് പോവാൻ പറ്റുക തന്നെ ചെയ്യും. ജയകുമാർ സാർ ഇപ്പം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എങ്ങനെ ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകും, അത് വളരെ ശ്രദ്ധിക്കണം, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞത്, സോലസ് എന്ന് പറയുന്ന സംഘടന 10 കൊല്ലം നിലനിർത്തിക്കൊണ്ടുപോവാൻ പെട്ട പാട്, അതായത് അതിൽ പണം കിട്ടുന്നതോ കൊടുക്കുന്നതോ അതിൻ്റെ നടത്തിപ്പൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിൽ നിന്നും മനുഷ്യത്വം ചോർന്നു പോവാതിരിക്കാൻ നിരന്തരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട്, കറക്റ്റ് ചെയ്തുകൊണ്ട്, വളണ്ടിയേഴ്സിനോട് പറഞ്ഞുകൊണ്ട്, ഓരോ ഫയലും ഓരോ പ്രാണനാണ്, ഓരോ ഫയലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രാണനാണ്. അതിനോടൊരു പ്രാണനോട് എന്ന പോലെ ഇടപെടണം എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തൽ തന്നോട് തന്നെയും ഞങ്ങൾ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയും പരസ്പരം ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അതിലെ മനുഷ്യത്വം ചോർന്നു പോകാതെ ഞങ്ങൾ അതിനെ കാത്തുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കിതിനെയും കാത്തു വെക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി പലരും, ഇപ്പൊ നമ്മളൊരു 2 സ്റ്റാഫിനെ അവിടെ വെച്ചിട്ടുണ്ട്, പലരും നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഒരു സെക്യൂരിറ്റിയെ വെക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്, എന്തിനാണ് സെക്യൂരിറ്റിയെ വെക്കേണ്ടത്? നമ്മൾ കുറേ മനുഷ്യർക്ക് സ്നേഹമുള്ളൊരു സംരക്ഷണം കൊടുക്കുന്ന ഒരു കൊച്ചു വീടിനെ ഈ നാട് തന്നെ കാത്തു വെക്കില്ലേ?
ഇവിടെ ഇനി എന്തിനാണ് ഒരു പ്രത്യേകിച്ച് സെക്യൂരിറ്റി എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. നമ്മുടെ നാട്ടുകാരാണ് ഇവിടെ നിന്നിട്ട് പറഞ്ഞത് എല്ലാ പണികളിലും അവർ ഇടപെട്ടിട്ടുണ്ട്. എല്ലായിടത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഞാൻ പേരുകൾ പറയുന്നില്ല, എല്ലാവരും അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നാട് മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നിനെ, അല്ലെങ്കിൽ കുറേ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നിനെ കാത്തുവെക്കാൻ വേണ്ടി എന്തിനാണ് ഒരു സെക്യൂരിറ്റിയെ വെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ വളരെ കാഴ്ചയിലുള്ളൊരു മതിൽ വേണമെങ്കിൽ കെട്ടാം എന്ന് മാത്രം. ഇപ്പൊ നമ്മളുടെ പ്രാരാബ്ദം കൊണ്ട് നമ്മൾ ആ മതിൽ കെട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ നേരെ മുന്നിൽ കാണുന്ന വീട്, അത് ഏറ്റവും അവസാനം പറയാൻ ഞാൻ ബാക്കി വെച്ചതാണ്. ഒരു കുഞ്ഞ് മരിച്ച്, നിങ്ങൾ കോണി കയറുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അനൂപ് എന്ന് പറഞ്ഞ കുഞ്ഞ് മരിച്ചിട്ട് അവരുടെ ഏക അത്താണിയായിട്ടുള്ള പീതാംബിയും മുഹമ്മദ്ക്കയും അവരുടെ സ്വത്ത് മുഴുവൻ വിറ്റ് 40 ലക്ഷം രൂപ കൊണ്ട് സൊലസിലേക്ക് വന്നു. 40 ലക്ഷം രൂപ കിട്ടാൻ പോവാണ്. 40 ലക്ഷം കയ്യിൽ പിടിച്ചിട്ടല്ല, 40 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളത് വിൽക്കാൻ പോവുകയാണ്. ആ പൈസ നിങ്ങൾക്ക് തരികയാണ്, ഞങ്ങൾക്കാകെ ജീവിതത്തിൽ ഒരു സെക്യൂർ ഫീലിംഗ്, ഒരു സുരക്ഷിതത്വ ബോധം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ എങ്ങനെ സാധ്യമാക്കും എന്നുള്ള ഒരുപാട് ആലോചിച്ച്, ട്രസ്റ്റിൽ അത് പറ്റുമോ സാധ്യമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്, പക്ഷെ നമ്മളത് തീർച്ചയായിട്ടും മേടിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് വളരെ സ്നേഹമുള്ള കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി 10 ലക്ഷം രൂപ തന്നത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബഷീറിന്റെ വാപ്പ തന്ന 10 ലക്ഷം രൂപ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പല മനുഷ്യർ തന്ന പൈസ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ പൈസ വാങ്ങിക്കൂടാ? ഇവരുടെ പൈസ വാങ്ങണം. സുരക്ഷിതത്വ ബോധം കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് നമ്മൾ സാധാരണ നമ്മുടെ മുന്നിൽ ഒരാൾ വന്നാൽ നമ്മൾക്ക് സുരക്ഷിതത്വ ബോധം കൊടുക്കേണ്ടതില്ലേ? അവരങ്ങനെ ഒരു ആവശ്യവുമായി വന്നാൽ. പിന്നെ സോലസ് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഴുവൻ കനിവിന്റെ കളക്ഷനാണെന്ന് പറയുന്ന സോലസ് കൊടുക്കേണ്ടതില്ലേ? തീർച്ചയായും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ അപ്പം തന്നെ 20 ലക്ഷം രൂപ മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നു. നേരെ മുന്നിൽ ഒരു സ്ഥലം മേടിക്കുന്നു. ആ 20 ലക്ഷത്തിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു പ്ലോട്ട്, ഒരു കൊച്ചു വീട്, അതിൽ നിന്നും വാട്ടർ കണക്ഷൻ അടക്കം നമ്മൾ ഇട്ടുകൊണ്ട്, അവിടെ ഒരു കുക്ക് ഉണ്ടെങ്കിൽ ആ കുക്ക് ഇവർക്കും കൂടി ഭക്ഷണം പാകം ചെയ്യാൻ എന്ന മട്ടിൽ വെച്ചുകൊണ്ട്, അവിടെ ഒരു വാർഡൻ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ കൂടി നോക്കാനെന്ന് വെച്ചുകൊണ്ട്, ഇതിന്റെ തമ്മിൽ ഒരു റോഡ് കൊണ്ട് മാത്രം വേർതിരിവായിക്കൊണ്ട് ഒരു വീട് നമ്മൾക്ക് പണിയാൻ പറ്റി. അവിടെ പീതാംബിയും മുഹമ്മദ്ക്കയും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു വളരെ സ്നേഹത്തിന്റെ, ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഒരു കളക്ഷനാണ് ഈ സോലസ് റെസ്പൈറ്റ് സെന്റർ. അത് സമൂഹം കാത്തുവെക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ ശിരസ് നമിച്ചുകൊണ്ട്, ഇതിലൊരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഷൺമുഖദാസ് സാർ അവിടെ ഇരിക്കുന്നുണ്ട്, തോമസ് മാത്യു, എല്ലാവരും, ഈവൺ അവാർഡ് കിട്ടിയ പണം പോലും തന്നവരാണ് പലരും. അങ്ങനെ ഓരോരുത്തരും, ഈച്ച് ആൻഡ് എവരി ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. ഇപ്പൊ റോട്ടറി ക്ലബിനോട് ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു വാഹനം വേണമായിരുന്നു. നെക്സ്റ്റ് 10 മിനിറ്റിനുള്ളിൽ റോട്ടറി ക്ലബ്ബല്ല, വേറെ ആൾക്കാർ വാഹനം തരുമെന്ന് പറഞ്ഞു. അത്രയും മനുഷ്യരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.